പാർക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഒരു വിശ്വാസിയായ അബ്രാഹാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, അങ്ങനെ വിശ്വാസിയായ അബ്രാഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രാഹാം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടോ അത് മുഖാന്തരം ഒരു വിശ്വാസി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അരുളി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ടൊരു മുഖാന്തരം, അബ്രാഹാമിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടൊരു മുഖാന്തരം നാം ധ്യാനിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അബ്രഹാം തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി മാറി. ഇന്ന് അബ്രഹാം മുഖാന്തരം നമ്മൾ തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് അബ്രഹാം തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി മാറിയത്? കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22:18 കർത്താവിന് വചനം പറയുന്നു, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അബ്രഹാം തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ അബ്രഹാം ചെയ്തൊരു കാര്യം, അബ്രഹാം ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ചു. ആരാണ് തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ചോദിച്ചാൽ അബ്രഹാമിൽ നാം പഠിക്കേണ്ടത്, കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കുന്ന ഒരു വ്യക്തി, ഒരു പിതാവ്, ഒരു മാതാവ് അവരുടെ മക്കൾക്ക്, തലമുറകൾക്ക് ഒരനുഗ്രഹമായി തീരും. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പിതാവ്, ഒരു മാതാവ് അവരുടെ മക്കൾക്ക്, തലമുറകൾക്ക്, 1000 തലമുറകൾക്ക് ഒരനുഗ്രഹമാണ് എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. വീണ്ടും അതിൻ്റെ തൊട്ട് മുന്നുള്ള വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമായ കർത്താവാണ്. ദൈവം എന്തിനാണ് തീക്ഷ്ണത കാണിക്കുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ തീക്ഷ്ണ ദൈവമാകുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അപ്പോൾ ഒരു മാതാവ്, പിതാവ് മക്കൾക്ക്, തലമുറകൾക്ക് അനുഗ്രഹമായി തീരാം. അതുപോലെ തന്നെ തലമുറകൾക്കൊരു ശാപമായി തീരാം. എങ്ങനെയാണ് ഒരു മാതാവ്, പിതാവ് തലമുറയ്ക്കൊരു അനുഗ്രഹമായി തീരുന്നത്? ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ തലമുറകൾക്കൊരനുഗ്രഹമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അത് വിശ്വസിക്കാതെ, അനുസരിക്കാതെ ദൈവത്തെ വെറുത്ത്, ദൈവത്തിൻ്റെ വചനത്തെ വെറുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുക, ദൈവമായ കർത്താവ് പറയുക, എന്നെ പകയ്ക്കുന്നവരിൽ, എന്നെ വെറുക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം, മാതാപിതാക്കന്മാരുടെ പാപം 3ഉം 4ഉം തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അതായത് ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിച്ച്, ദൈവവചനം അനുസരിക്കാതെ പാപം ചെയ്ത് മുന്നോട്ട് ജീവിച്ചാൽ ഞാൻ എൻ്റെ 4 തലമുറയ്ക്കൊരു ശാപമാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നാം പരിശോധിക്കണം, ഇന്ന് ഒരു മാതാവായി, പിതാവായി ജീവിക്കുന്ന ഞാൻ എൻ്റെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാണോ അതോ ഒരു ശാപമാണോ? ഇന്ന് പാപം ചെയ്ത് തലമുറയ്ക്കൊരു ശാപമായി തീർന്നുവെങ്കിൽ അബ്രാഹാമിൽ നാം കണ്ടു പഠിക്കേണ്ടത്, അബ്രാഹാം ദൈവത്തെ അനുസരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അബ്രാഹാം തലമുറകൾക്കൊരനുഗ്രഹമായി മാറി. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇന്ന് അബ്രാഹാമിൽ നിന്ന് കണ്ടു പഠിക്കേണ്ടത്, നാം തലമുറകൾക്കൊരനുഗ്രഹമായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള വലിയ ബോധ്യത്തോടെ ദൈവവചനമനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് തലമുറകൾക്ക് അനുഗ്രഹമായി തീരുക. വീണ്ടും തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ അബ്രഹാം ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അബ്രഹാം തനിക്ക് ലഭിച്ച മക്കളെ, അതായത് ഒരേ ഒരു മകനാണ് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവം ദാനമായി നൽകിയത്, ആ മകനെ ദൈവത്തിനായി സമർപ്പിച്ചു. അതിന്
ദൈവം പറയുന്ന ഉത്തരം നമുക്ക് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് നിന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അതായത് നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ ഇവിടെ പേരെടുത്ത് പറയുക. കാരണം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മകൻ ഇസഹാക്കായതുകൊണ്ട് ദൈവം ദാനമായി നൽകിയ വാഗ്ദാന സന്തതിയായിരിക്കുന്ന ഈ ഇസഹാക്കിനെ അവൻ്റെ പേരെടുത്ത് പറയുക. ഞാൻ നിനക്ക് ദാനമായി നൽകിയ നിന്റെ മകനെ ഇസഹാക്കിനെ ഞാൻ പറയുന്ന ദേശത്ത് ബലിയർപ്പിക്കുക. ദൈവം കൽപ്പിക്കുക. ആ കൽപ്പന അനുസരിച്ച് അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ മകനെ ബലിയർപ്പിക്കുക, അതായത് ദൈവത്തിനായി സമർപ്പിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ ദൈവത്തിൻ്റെ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവഹിതമനുസരിച്ച് വളർത്തുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. അബ്രഹാം എന്ത് ചെയ്തു? ദൈവം കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ മകനെ ഇസഹാക്കിനെ ഇവിടെ ബലിയായി സമർപ്പിക്കുകയാണ്, അർപ്പിക്കുകയാണ്. അതുകൊണ്ട് വ്യക്തിപരമായ നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കാൻ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ തലമുറയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ അതിന് ഈ അബ്രഹാം ഇസഹാക്കിനെ ദൈവത്തിനായി സമർപ്പിച്ചതുകൊണ്ട് ദൈവം നൽകുന്ന മറുപടി എന്തെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 16-17 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, നീ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുയുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ഇവിടെ അബ്രഹാം തൻ്റെ മകനെ ദൈവഹിതപ്രകാരം ദൈവത്തിനായി സമർപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാത്തോട് ദൈവം പറയുക, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. വീണ്ടും പറയുകയാണ്, നിന്റെ സന്തതി ആകാശത്തെ നക്ഷത്രം പോലെ കടക്കരയിലെ മണൽ പോലെ അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുയുടെ പട്ടണങ്ങളെ കൈവശമാക്കും. അപ്പോൾ ദൈവം ദാനമായി നമുക്ക് നൽകിയ മക്കൾ ദൈവത്തിനായി സമർപ്പിക്കപ്പെടുമ്പോൾ അത് ഞാനും എൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെടാൻ കാരണമായി തീരുന്നുവെന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായി ബോധ്യം നൽകുക. ഇന്ന് പലപ്പോഴും ദൈവം ദാനമായി നൽകിയതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്, പക്ഷെ നാം ദൈവത്തിനാതെ സമർപ്പിക്കാറുണ്ടോ? പലപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ല. ആ കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന നിമിഷം വരെയും ഇവർ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവസന്നിധിയിൽ കടന്നു വരും. അവർ വേദനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ അവരുടെ കണ്ണുനീര് കണ്ട്, അവരുടെ വേദന കണ്ട്, അവരുടെ വിശ്വാസം കണ്ട്, അവരുടെ പ്രാർത്ഥന കണ്ട് ദൈവം ഒരു കുഞ്ഞിനെ നൽകിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ മറന്ന് കുഞ്ഞിൻ്റെ പിന്നാലെ ജീവിക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ തിരിച്ചറിയ ദൈവം ദാനമായി നൽകിയ ദൈവത്തിൻ്റെ മക്കളെ നാം ദൈവഹിതത്തിനനുസരിച്ച് വളർത്തുന്നില്ല എങ്കിൽ അതൊരു വിഗ്രഹമായി മാറുകയാണ്. ദൈവത്തെക്കുപരി മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കൾ ഒരു വിഗ്രഹമായി മാറുകയാണ്. ഈ വിഗ്രഹമാണ് ദൈവം ബലിയർപ്പിക്കാനായിട്ട് കൽപ്പിക്കുന്നത്. ഇവിടെ അബ്രാഹത്തിൻ്റെ കണ്ണിലൂടെ അബ്രാഹം നോക്കുമ്പോൾ ദൈവം ദാനമായി സമ്മാനമായി നൽകിയൊരു കുഞ്ഞ്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ദൈവം നോക്കുമ്പോൾ ഈ കുഞ്ഞൊരു വിഗ്രഹമായി മാറിയിരിക്കുക. കാരണം അതുവരെയും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന അബ്രഹാം ഈ ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്ന് കുഞ്ഞിനോട് കൂടെ സംസാരിക്കുക, കുഞ്ഞിൻ്റെ സ്വരം കേൾക്കുക, കുഞ്ഞിൻ്റെ കൂടെ നടക്കുക. ദൈവത്തെ മറന്ന് ദൈവത്തേക്കുള്ളവർ എന്തിനെ സ്നേഹിക്കുന്നു? അത് വിഗ്രഹമാണ്. വിഗ്രഹം ഉടയ്ക്കപ്പെടണം, വിഗ്രഹം ബലിയായി അർപ്പിക്കപ്പെടണം, വിഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ കണ്ടാൽ അത് വിഗ്രഹമാണ്. ഇവിടെ വിഗ്രഹമായ അബ്രാഹാമിൻ്റെ ഏകജാതനായ മകനെ ബലിയർപ്പിക്കാൻ ദൈവം കൽപ്പിക്കുക. അപ്പോൾ ദൈവം നമുക്ക് ദാനമായി നൽകിയ മക്കൾ ദൈവത്തേക്കുള്ളവരെ നാം സ്നേഹിക്കുമ്പോൾ അത് വിഗ്രഹമായി മാറുന്നുവെങ്കിൽ ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറുകയാണ്. ഏതെല്ലാം മാതാപിതാക്കൾ മക്കളെ ദൈവത്തിനായി സമർപ്പിച്ചിട്ടുണ്ടോ ആ മക്കളെല്ലാം മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പരിശോധിക്കണം. ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു കണ്ണുനീരായി മാറിയിട്ടുണ്ടോ? ഒരു തലവേദനയായി മാറിയിട്ടുണ്ടോ? മക്കളെ നിങ്ങൾ ശപിക്കാറുണ്ടോ? മക്കൾ മൂലം ദുരിതമനുഭവിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് ഈ നിമിഷം ദൈവം ദാനമായി സമ്മാനമായി നൽകിയ കുഞ്ഞിനെ ദൈവത്തിനായി സമർപ്പിക്കുക, ദൈവത്തിനായി വിട്ടുകൊടുക്കുക.
ആ കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ദൈവം എന്നെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വലിയ ബോധ്യത്തോടെ ദൈവത്തിനായി ദൈവം ദാനമായ മക്കളെ സമർപ്പിക്കുമ്പോൾ മക്കൾ ഒരു അനുഗ്രഹമായി തീരും. നാം തലമുറയ്ക്ക് മക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരും. വീണ്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് അബ്രഹാം തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരാൻ മൂന്നാമത്തെ കാരണം, ദൈവം കൽപ്പിച്ചതുപോലെ മക്കളെ ആരാധിക്കുവാൻ അബ്രഹാം കൊണ്ടുപോയി. ഇന്ന് പലപ്പോഴും നമുക്ക് ദൈവത്തോടുള്ള ആരാധനയുണ്ടോ? ദൈവം ദാനമായ മക്കളെ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യം കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഇവിടെ അബ്രഹാം ദൈവം കൽപ്പിച്ചതനുസരിച്ച് ആരാധിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ആരാധിക്കാൻ പോകുമ്പോൾ അതാ തൻ്റെ മകനെയും ആരാധിക്കാൻ കൊണ്ടുപോവുക. ഇവിടെ ബാലനായ ഈ ഇസഹാക്കിനെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മോറിയ മലയിലേക്ക് പോകുമ്പോൾ ഇവൻ പരിചയമുണ്ട്, അപ്പൻ്റെ കൂടെ പലപ്പോഴും ആരാധിക്കാൻ പോയ പരിചയമുണ്ട്. അതുകൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, മൃഗമെവിടെ? ആരാധന എങ്ങനെയാണെന്ന് ഈ കുഞ്ഞിനറിയാം. ഇത് അപ്പൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ മക്കളെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ, ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും മക്കൾ അനുഗ്രഹിക്കപ്പെടണം, തലമുറ അനുഗ്രഹിക്കപ്പെടണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ തലമുറയ്ക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ തലമുറയ്ക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തത്? അതിന് നമ്മുടെ ചങ്കിനുള്ളിൽ ജീവിക്കുന്നൊരു ദൈവം, കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ളൊരു വ്യക്തമായ ബോധ്യം വേണം. യേശു ഹൃദയത്തിലുള്ളൊരു വ്യക്തിക്ക് മാത്രമേ തലമുറയ്ക്ക് യേശുവിനെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഹൃദയത്തിൽ യേശുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തലമുറയ്ക്ക് ആരാധന പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പലപ്പോഴും ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ലാതെ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ മനസ്സില്ലാതെ സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു ജനമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നാം മക്കൾക്ക് വേണ്ടി, മക്കളെ ആരാധിക്കാൻ അവർക്കൊരു മാതൃകയായി തീരണം. ഇയ്യോബിൻ്റെ ജീവിതം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 5-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു: എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇയ്യോബ് നിത്യം ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്, തൻ്റെ മക്കൾ അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്തിട്ടുണ്ടാകുമോ എന്നോർത്ത് അവരെ വിളിച്ചു വരുത്തി അവരെ ശുദ്ധീകരിക്കുകയും അവർക്കായി ബലിയർപ്പിക്കുകയും ചെയ്യുന്നൊരു പതിവ് ഇയ്യോബിനുണ്ടായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനൊരു മനോഭാവം നമുക്കുണ്ടോ? നമ്മുടെ മക്കളെ കുറിച്ചുള്ള നല്ല മനോഭാവം നമുക്കുണ്ടോ? എൻ്റെ മകൻ, എൻ്റെ മകൾ ദൈവവുമായിട്ട് എന്തുമാത്രം വ്യക്തിപരമായ ബന്ധമുണ്ട്? എൻ്റെ മക്കളുടെ ജീവിതം പാപത്തിൻ്റെ അവസ്ഥയിലാണോ ദൈവാനുഭവത്തിലാണോ എന്ന് അന്വേഷിക്കുവാൻ, തിരിച്ചറിയുവാൻ, ഇനി ഏതെങ്കിലും രീതിയിൽ എൻ്റെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഒരു അവസരം നമുക്ക് കണ്ടെത്താനും അവരെ അതിന് ഒരുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവർക്കായി ബലിയർപ്പിക്കുവാൻ, അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു മനോഭാവം അവരെ പഠിപ്പിച്ചിട്ടുണ്ടോ? അതായത് ജീവിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നൊരു മനോഭാവം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇയ്യോബിൽ നിന്ന് നാം പഠിക്കുന്നത്, ഇയ്യോബ് മക്കളെ വിളിച്ചു വരുത്തി അവരെ വിശുദ്ധീകരിച്ച് അവർക്കായി ബലിയർപ്പിച്ച് അവർക്കായി പ്രാർത്ഥിച്ച് അവർ ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അനുഭവത്തിലൂടെ ജീവിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ദൈവം ദാനമായി നൽകിയ മക്കളെ ദൈവത്തിനായി സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്
ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കി അവരെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മക്കൾ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ അബ്രഹാം ചെയ്തത് മക്കളെ ആരാധിക്കാൻ പഠിപ്പിച്ചു. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 13-14 വാക്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, അവർ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാരെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. അപ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്ന ഒരു മനോഭാവം, മക്കളെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? യേശുവിനെ തൊട്ട് അറിഞ്ഞ് അനുഭവിച്ച് യേശുവിനോട് കൂടെ ഇരിക്കുന്ന മക്കളായി തീരുവാൻ നമ്മുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് നാം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ ആ ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ നമുക്കൊരു അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമാണ് ആരാധിക്കാൻ മക്കളെ പഠിപ്പിക്കുക. ദൈവത്തെ ആരാധിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുക. ദൈവത്തെ അനുസരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുക. വീണ്ടും അബ്രഹാമിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്, അബ്രഹാമിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ മറ്റൊരു കാര്യം, അബ്രഹാം അന്യജാതിയിൽ നിന്ന് തൻ്റെ മക്കൾക്ക് പങ്കാളികളെ കണ്ടെത്താൻ സമ്മതിച്ചിരുന്നില്ല. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 24-3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കുമെന്ന് പറയുക. ഇവിടെ അബ്രഹാം തൻ്റെ ദാസനോട് പറയുകയാണ്, എൻ്റെ മകന് നീ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കണം. എങ്ങനെ? ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകന്മാരിൽ നിന്ന് ഒരിക്കലും ഒരു ഭാര്യയെ എടുക്കരുത്. പിന്നെ സ്വന്തം ദേശത്ത് നിന്ന്, സ്വന്തം ചാർച്ചക്കാരുടെ നിന്ന് ദൈവഹിതം അനുസരിച്ച് ഒരു ഭാര്യയെ കണ്ടെത്തുവാൻ തൻ്റെ ദാസനെ അബ്രഹാം ഭരമേൽപ്പിക്കുക. ഒരു അപ്പൻ്റെ ഒരു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം. അതായത് ദൈവഹിതത്തിനനുസരിച്ചുള്ള ഒരു പങ്കാളിയെ കണ്ടെത്താൻ മാതാപിതാക്കൾ അതിനുവേണ്ടി ത്യാഗം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ കാണുന്നത് മക്കൾ കണ്ടെത്തുന്ന പങ്കാളിയെ വിവാഹം കഴിച്ചയക്കാൻ മാതാപിതാക്കൾ ബന്ധപ്പെടുകയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഇന്ന് മക്കളാണ് പലതും തിരഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മക്കൾക്ക് പങ്കാളിയെ കണ്ടെത്തേണ്ടത് മാതാപിതാക്കളാണ്. അത് ദൈവ വചനം വ്യക്തമായി വെളിപ്പെടുന്ന കാര്യമാണ്. ദൈവമായ കർത്താവ് ചെയ്യുന്നു, അന്യ ജാതിയിൽ നിന്ന് നിന്റെ മക്കൾക്ക് ഒരു പങ്കാളിയെ കണ്ടെത്തരുത്. അങ്ങനെ കണ്ടെത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കർത്താവ് വചനം പറയുന്നുണ്ട്. അത് തലമുറയ്ക്ക് ഈ പകർന്നു കിട്ടിയ അബ്രാഹാമിൽ നിന്ന് ഇസഹാക്കിലേക്കും, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും പകർന്നു കിട്ടിയ അനുഭവമാണ്. ഇവിടെ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞു, അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, നീ കനാന്യ സ്ത്രീയിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. അപ്പോൾ അബ്രാഹാം ഇസഹാക്കിനോട് പറഞ്ഞത്, ഇസഹാക്ക് തൻ്റെ മകനായ യാക്കോബിനെ വിളിച്ച് ആജ്ഞാപിക്കുകയാണ്, നീ കനാന്യ സ്ത്രീയിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. അത് എന്തുകൊണ്ടാണ് കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്, അല്ലെങ്കിൽ അന്യമതത്തിൽ നിന്ന്, അന്യജാതിയിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കുന്ന പറയാൻ കാരണം, പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ പുത്രന്മാർ നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത്. അന്യ മതത്തിൽപ്പെട്ട വ്യക്തികളുമായി വിവാഹം കഴിക്കരുത് എന്ന് കർത്താവ് കൽപ്പിക്കാൻ കാരണം, അങ്ങനെ അന്യദേവന്മാരോട് പരസംഗം ചെയ്യുവാൻ കാരണമായി തീരുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അന്യദേവന്മാരെ ആരാധിക്കുവാൻ, സേവിക്കുവാൻ കാരണമായി തീരുമെന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെ അബ്രാഹാം ഇസഹാക്കിനോടും ഇസഹാക്ക് യാക്കോബിനോടും കൽപ്പിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്, അന്യമതത്തിൽപ്പെട്ട, അന്യമതത്തിൽ നിന്ന്, അന്യജാതിയിൽ നിന്ന് ഭാര്യമാരെ തിരഞ്ഞെടുക്കരുത്. ഇവിടെ
നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രധാന വചനം പറയുന്നു, നിങ്ങൾ അന്യജാതിക്കാരികളെ വിവാഹം കഴിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തോട് ദ്രോഹിക്കേണ്ടതിന് ഈ വലിയ ദോഷമൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു. ഇവിടെ ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്, അന്യജാതിയിൽപ്പെട്ട വ്യക്തികളുമായി വിവാഹം നടത്തുമ്പോൾ ദൈവത്തെ ദ്രോഹിക്കുകയാണ്, ദൈവത്തെ വേദനിപ്പിക്കുകയാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പലപ്പോഴും നാം കാണുന്നത്, ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ വഴിപിഴച്ചു പോകുന്നൊരു മേഖലയാണ് തെറ്റായ സ്നേഹബന്ധം. പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട്, യുവതി യുവാക്കൾക്ക് വേണ്ടി ധ്യാനങ്ങൾ ക്രമീകരിക്കുന്നതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കും, ഇന്ന് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ വഴിപിഴച്ചു പോകുന്ന ഒരു മേഖലയാണ് തെറ്റായ സ്നേഹബന്ധം. ഒരിക്കൽ ഒരു അവധിക്കാല ധ്യാനത്തിൽ യുവതി യുവാക്കൾക്ക് വേണ്ടി ധ്യാനം നടത്തുമ്പോൾ എല്ലാ യുവതി യുവാക്കളോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരിൽ തെറ്റായ സ്നേഹബന്ധം ഇല്ലാത്തവർ കൈയുയർത്താൻ പറഞ്ഞു. ഒരു 20% താഴെ യുവതി യുവാക്കൾ കൈയുയർത്തി. ബാക്കി 80% യുവതി യുവാക്കളും തെറ്റായ സ്നേഹബന്ധത്തിന് അടിമയാണ്. എന്നിട്ട് വീണ്ടും കണ്ണടയ്ക്കാൻ പറഞ്ഞു, കരങ്ങൾ താഴ്ത്താൻ പറഞ്ഞു. വീണ്ടും ചോദിച്ച ചോദ്യം ഇതാണ്, അന്യമതത്തിൽപ്പെട്ട വ്യക്തികളുമായിട്ട് തെറ്റായ സ്നേഹബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയുയർത്താൻ പറഞ്ഞപ്പോൾ ആ ധ്യാനം കൂടുന്നതിൽ പകുതിയിൽ കൂടുതൽ യുവതി യുവാക്കൾ കരമുയർത്തി. അന്യമതത്തിൽപ്പെട്ട വ്യക്തികളുമായിട്ട് തെറ്റായ സ്നേഹബന്ധം അടിമപ്പെട്ട വ്യക്തികൾ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശും ചുമന്ന് ഗോകുൽത്താ മലയിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ അലമുറയിട്ട് കരയുന്ന ആ എബ്രായ സ്ത്രീകളോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അതേ വാക്ക് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ മാതാപിതാക്കളും പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ ചൊല്ലി, നിങ്ങളെ മക്കളെ ചൊല്ലി കരയുവിൻ. ഇന്നത്തെ സമൂഹം ഇന്ന് പാപത്തിൽ നിന്ന് വീണ്ടും പാപത്തിലേക്ക് വഴിപിഴച്ചു പോകുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഏത് ചാനൽ നോക്കിയാലും, ഏത് മീഡിയ നോക്കിയാലും പ്രേമിക്കാൻ പ്രേരിപ്പിക്കുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതായത് ഇന്ന് പ്രേമിക്കുന്നതിന് ഒരു തടസ്സമല്ല, അത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തികളുമായിട്ടാണെങ്കിൽ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മനസ്സില്ലാത്തൊരു സമൂഹമായി ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പിന്നിൽ സംഭവിക്കുക എന്താണെന്ന് ദൈവമായ കർത്താവ് പറയുകയാണ്, ഇവിടെ മാന്യമായ വിവാഹം ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവഹിതമനുസരിച്ചൊരു വിവാഹം നടക്കാത്തതുകൊണ്ട് അത് പാപമായി, അത് ശാപമായി, തലമുറയ്ക്ക് ശാപമായി മാറുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം ആരെല്ലാം ലംഘിച്ചിട്ടുണ്ടോ അതെല്ലാം പാപമായി മാറിയിട്ടുണ്ട്. ആ പാപം എന്നെ ശാപമായി, കഷ്ടതയായി, ദാരിദ്ര്യമായി, പിശാചിൻ്റെ ആധിപത്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിനെതിരായി, ദൈവഹിതത്തിനെതിരായി സഖ്യം ചേരുമ്പോൾ അത് പാപമാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം, ഞാനും എൻ്റെ തലമുറയും ദൈവവചനമനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് തലമുറയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ ദൈവവചനമനുസരിച്ച് ജീവിക്കുമെന്നൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം. ഇവിടെ അബ്രാഹാം തലമുറകൾക്കൊരു അനുഗ്രഹമായി തീരാൻ, ഒന്ന്, ദൈവവചനമനുസരിച്ച് തലമുറയ്ക്കൊരു അനുഗ്രഹമായി മാറി. 2, ദൈവം ദാനമായി നൽകിയ മകനെ ദൈവത്തിനായി സമർപ്പിച്ച് തലമുറയ്ക്കൊരു അനുഗ്രഹമായി മാറി. വീണ്ടും ദൈവം ദാനമായി നൽകിയ മകനെ ദൈവത്തെ ആരാധിക്കുവാൻ പഠിപ്പിച്ചത് മുഖാന്തരമായി തലമുറയ്ക്കൊരു അനുഗ്രഹമായി മാറി. വീണ്ടും അന്യ ജാതിയിൽ നിന്നൊരു പങ്കാളിയെ, ഭാര്യയെ കണ്ടെത്താതെ സ്വന്തം ദേശത്ത് നിന്ന്, സ്വന്തം കുലത്തിൽ നിന്ന് ഒരു ജീവിത പങ്കാളി കണ്ടെത്താൻ ദൈവഹിതമനുസരിച്ച് തീരുമാനമെടുത്തത് തലമുറയ്ക്കൊരു അനുഗ്രഹമായി മാറി. അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ തലമുറയ്ക്കൊരു അനുഗ്രഹമായി തീരുവാൻ, നമ്മൾ മുഖാന്തരം നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ അബ്രഹാമിൽ നിന്ന് കണ്ട് പഠിക്കേണ്ട ഈ കാര്യങ്ങളിലൂടെ
നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, കണ്ണടയ്ക്കാം. ഈ കേട്ട വചനപ്രകാരം ജീവിതത്തിലൊരു തീരുമാനമെടുത്ത് ഞാൻ എനിക്കും എൻ്റെ തലമുറയ്ക്കും ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള വലിയ ഒരു തീരുമാനത്തിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ബാർക്കും പറഞ്ഞാൽ അത്യധികമായി സ്നേഹിക്കുന്ന എൻ്റെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, വിശ്വാസിയായ അബ്രഹാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാം കർത്താവെ ഏതെല്ലാം രീതിയിലാണ് അനുഗ്രഹിക്കപ്പെട്ടെന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ കേട്ട വചനം മുഖാന്തരം, ഞങ്ങൾ കേട്ട ബോധ്യങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്കും ഒരു അനുഗ്രഹമായി തരുവാൻ, ദൈവവചനം അനുസരിച്ച് തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തരുവാൻ, ദൈവം ദാനമായി നൽകിയ മക്കളെ ദൈവത്തിനായി സമർപ്പിച്ച് തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തരുവാൻ, കർത്താവെ മക്കളെ ആരാധിക്കുവാൻ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ മക്കൾക്കൊരു മാതൃകയായി തീരേണ്ടത്, അത് മുഖാന്തരം തലമുറയ്ക്ക് അനുഗ്രഹമായി തരുവാൻ, സ്വന്തം ജാതിയിൽപ്പെട്ട ജീവിത പങ്കാളി കണ്ടെത്തി മക്കൾക്ക് ഒരനുഗ്രഹമായി തരുവാൻ, തലമുറയ്ക്കൊരു അനുഗ്രഹമായി തരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനപ്രകാരം ഞങ്ങളും ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. കർത്താവെ ഏതെങ്കിലും പാപത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനത്തിൽ ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു ശാപമായി തീർന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ കഴുകണം കർത്താവേ, ഞങ്ങളുടെ തലമുറയെ കഴുകണം കർത്താവേ. വിവാഹം നിർമ്മലമായിരിക്കട്ടെ എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ തലമുറയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവൻ നയിക്കുവാൻ, തലമുറയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട മാതൃകയായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തലമുറയെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. യോബ് ചെയ്ത പോലെ മക്കൾക്ക് വേണ്ടി അവരെ ശുദ്ധീകരിച്ച് അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് അവരെ വിശുദ്ധരായി വളർത്തുവാനുള്ള കൃപശക്തി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വത്തോടുന്ന് മാത്രം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.